ചേട്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടായിരുന്നു സിനിമ എങ്ങനെയുണ്ടായിരുന്നു മേഡം ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ട് ജയറാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറാ എങ്ങനെയുണ്ടായിരുന്നു മൂവി എങ്ങനെയുണ്ടായിരുന്നു നല്ലൊരു ചിത്രം ചേച്ചിയും അതേപോലെ ജയറാമേട്ടനും മത്സരിച്ച് അഭിനയിച്ച ചിത്രം തന്നെയാണ്. തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള നമ്മൾക്ക് അവരൊരു അന്യഭാഷ നടീനടന്മാരല്ല. ഒരു 10-25 ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച് മലയാളിയെ വിസ്മയിച്ച നടീനടന്മാരാണ് അവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ നല്ല ഒരു തിയേറ്റർ അനുഭവമാണ് നമ്മൾക്കൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു തമിഴ് ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ, അത് നമ്മുടെ തമാശയുടെ രൂപത്തിൽ കോമഡിക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സാൻഡി മാസ്റ്റർ ആയാലും നമ്മുടെ മിഷിൻ സാറായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരെ മക്കളായിട്ട് അഭിനയിച്ച രണ്ട് നടിമാരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ നല്ലൊരു ചിത്രം തന്നെ വരുന്നത്. അപ്പോൾ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ക്രീനിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? മൊത്തത്തിലൊരു തമാശ മാത്രമേ ഉള്ളൂ, ഒരു ഈട്ടിന്ന് അങ്ങനെയില്ല. ചെറുതായി കഥ നന്നായി മുമ്പോട്ട് പോകണം. സസ്പെൻസ് ഒക്കെ ഉണ്ടോ? ത്രില്ലറാണോ? എങ്ങനെയാണ്? ഓക്കെ. പടം അങ്ങനെ ബോറിംഗ് ഒന്നുമില്ല. നമ്മൾ തുടങ്ങി ലാസ്റ്റ് വരെ കണ്ടിരിക്കാറുണ്ട്. ചെറിയൊരു കുടുംബത്തിൻ്റെ ഒരു ടീം കയറി വരുന്ന സംഭവമാണ്. ദൃശ്യത്തിൻ്റെ ഒരു വേറെ ടൈപ്പ് എന്നാൽ ദൃശ്യം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നടത്തുന്ന സംഭവമാണ്. കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതൊക്കെ ഇതിനകത്ത് റെഫറൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അത് പക്ഷെ കോമഡി ആക്കിയിട്ടുണ്ട്, നല്ല കോമഡി ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവരും നല്ല കൈയടിയും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, അവരുടെ കെമിസ്ട്രി അടിപൊളിയാണ് കേട്ടോ. കോമഡി കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കോമഡി, നല്ല കോമഡി. നമുക്ക് എന്താ പറയാ, പണ്ടത്തെ ശശിനെ കണക്ട് ആവാൻ പറ്റുന്നുണ്ട്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു അവരുടെ കോംബോ. ചില കോമ്പോസ് നമ്മൾ പഴയ പടങ്ങൾ കാണുമ്പോൾ ഇവ ഈ കോമ്പോ ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ ഒരു കോമ്പോയാണ് യോജിച്ച് അപ്പോൾ 20 വർഷമില്ല ഒരു അത് ഒരു ഗംഭീര ഹിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. കേരളം തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. ഒരുപാട് സിറ്റുവേഷൻ കോമഡിയാണ്. നമ്മളൊരു ക്രൈം സിനിമ കാണുന്ന പോലെ ഒരു ത്രില്ലർ സിനിമ കാണുന്ന പക്ക ഒരു കോമഡി സിനിമ കാണുന്നത്. ഇത് സത്യം പറഞ്ഞ ഒരു പക്ക കോമഡി ഡ്രാമ ത്രില്ലർ സിനിമ തന്നെയാണ്. വീട്ടിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. മാക്സിമം നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും ഗംഭീരമാണ്. സാൻഡി മാസ്റ്റർ ആയാലും മുഷ്കിൻ ആയാലും യോഗി ബാബു ആയാലും എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും മെച്ചം തന്നെ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഡാർക്ക് ഹ്യൂമർ ഈയിടെയായിട്ട് കുറേ പേര് പരീക്ഷിക്കുന്ന ഒരു തീമാണ്. അപ്പോൾ ഇതിലും ഒരുപാട് ഡാർക്ക് ഹ്യൂമർ ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം തിയേറ്ററിൽ പ്രേക്ഷകരെ കോരിത്തിരിക്കും? ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒരു വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന കാര്യമാണ്. പണ്ണിൻ്റെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ക്രൈമാണ് നടക്കുന്നത്. പക്ഷേ അതൊരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതിലാണ് കാര്യം. അത് ഗംഭീരമായിട്ട് തന്നെ സക്സസ്ഫുള്ളായി ചെയ്തിട്ടുണ്ട്. ജയറാമിൻ്റെ ഉർവശിയുടെ എപ്പോഴും ആൾക്കാർ പറയുന്നത് ചില സിറ്റുവേഷൻസിൽ അവരുടെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ആണ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ? ഉറപ്പായിട്ട് കാണാൻ പറ്റും. ഉർവശി ചേച്ചിയൊക്കെ വേറെ ലെവൽ. ചില സിറ്റുവേഷനിലെ ചേച്ചിയൊക്കെ എക്സ്പ്രഷൻ കണ്ടില്ല, ഞാൻ പറഞ്ഞു പോയില്ലാക്കുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ഒരു ജയറാമിൻ്റെയും അതുപോലെ തന്നെ ജയറാമേട്ടൻ്റെയും ഉർവശിയുടെയും ഒരു കോംബോ വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പടത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിക്കും. അപ്പോൾ എന്ത് തോന്നി ഇത് കണ്ടപ്പോൾ? ആ ഒരു കോംബോ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു.